ഓ അതൊന്നും നീ ഓർമ്മിപ്പിക്കല്ലേ. എന്ത് രസമായിരുന്നല്ലേ അന്നത്തെ കാലഘട്ടമൊക്കെ. ഓർക്കുമ്പോ കൊതിയാവണ്. ഇവിടുന്ന് ആരോടാ സംസാരിക്കണേ? അതൊന്നും ആയിരിക്കൂല. എന്നാലും ആരായിരിക്കും? എന്നാലും നീ എന്നെ ഓർത്ത് വിളിച്ചല്ല, എനിക്ക് ഒരുപാട് സന്തോഷായി. ആ പിന്നെ ഞാനെന്നാ ഇടയ്ക്ക് വിളിക്കാം. ശരിട്ടാന്നാ. ആരായിരുന്നു? അതെന്റെ കൂടെ സ്കൂളിൽ പണ്ട് പഠിച്ച കൂട്ടുകാരിയായിരുന്നു. എന്റെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് അവൾ എന്നെ വിളിച്ചതാണ്. നിങ്ങൾക്ക് ഉണ്ട് ഇങ്ങനത്തെ വല്ല കൂട്ടുകാരികളും? ഇഷ്ടം പോലെ. സൗമ്യ, സംഗീത, അഞ്ജലി, വിജിത, വിനീത, വിനീത, ലിജി, രേവതി, സെബിൻ, ബാനു, മീനു, മീനാക്ഷി, ധനലക്ഷ്മി. കൂട്ടുകാരന്മാരൊന്നും ഉണ്ടായില്ലേ? ഇഷ്ടം പോലെ. അവരുടെ പേരെന്ന് പറഞ്ഞേ? അവരുടെ പേര് അനീഷ്, പിന്നെ അലക്സ്, പിന്നെ ബങ്കറല്ല ശങ്കർ. കൂട്ടുകാരിമാരുടെ പേര് വെച്ചപ്പോ മാലപ്പടക്കം പോലെയാണ് ഇങ്ങോട്ട് വന്നത്. സത്യം പറഞ്ഞോളണം, ഇതിനകത്ത് ആരായിരുന്നു നിങ്ങളുടെ കാമുകി? കാമുകിയാ? നിനക്കൊരു സത്യം അറിയാമോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാമുകി ഇല്ലാത്ത ഒരേ ഒരു കുട്ടിയായിരുന്നു ഞാൻ. എന്തിയേ, നിങ്ങൾക്ക് അവളുമാരെ ബോധിച്ചില്ലേ? എനിക്ക് ബോധിക്കാഞ്ഞതല്ല, അവളുമാർക്കാർക്കും എന്നെ ബോധിക്കാഞ്ഞതാ. ആഹാ, അത് ശരി. എന്ത് ശരിന്ന്? എടി, അവളുമാരെന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞത് നല്ല കാര്യമല്ലേ? എന്ത് നല്ല കാര്യം? എടി, അവളുമാരെന്നെ ഇഷ്ടമെന്ന് പറയാറുണ്ടെങ്കിൽ ഞാൻ അവളുമാരെയും കെട്ടി എന്റെ ജീവിതം തൊലഞ്ഞു പോയാനെ. ഇപ്പല്ല അവളുമാര് എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞ കാരണമല്ലേ എനിക്ക് ഈ തങ്കക്കൊടുത്തിനെ കെട്ടാൻ പറ്റിയത്. അതോട് കൂടിയല്ലേ എന്റെ ലൈഫ് കളർഫുൾ ആയത്. എന്നെ കെട്ടിയത് ചേട്ടന്റെ അത്രയ്ക്ക് ഭാഗ്യ. പിന്നെ എന്റെ മഹാഭാഗ്യല്ലേ. എന്നാ ഞാനൊരു ചായ എടുക്കട്ടെ? ചായ ആക്കണതിനോ കുറച്ച് പാല് തന്നെ ആയിക്കോട്ടെ. എന്നാ ഞാൻ എടുക്കാട്ടാ. എന്നെ കെട്ടിരിക്കായിട്ട് എന്റെ പൊന്നുല്ല ഉണ്ട. എന്താ പാലില് കുറച്ച് ഹോർലിക്സ് അലക്കട്ടെ? കലക്കിക്കോ. ഓ, ഈ ശരീരത്ത് ആകെ ഉള്ളത് ഇത്തിരി ജീവനാ. അതിപ്പോ പോയാന്.